കലനിറയും കൊല്ലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം നന്ദഗോപനാണ്, കൊട്ടാരക്കരക്കാരനാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് നമ്മൾ കണ്ടിരുന്നു, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. അപ്പൊ ഇത്തവണയും തബല, ഇന്നലെയായിരുന്നു മത്സരം, എ ഗ്രേഡ് കിട്ടി. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെയാണ്, ഇവർ മത്സരാർത്ഥികൾ മത്സരവേദിയിൽ ജഡ്ജസിന് മുന്നിലും അവിടുത്തെ കാണികൾക്ക് മുന്നിലും പെർഫോം ചെയ്യും. അതിന് ശേഷം മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പൊ നന്ദൻ ഇന്ന് അതിനുവേണ്ടി സ്പെഷ്യലായി വന്നതാണ്. അപ്പൊ തുടങ്ങിക്കോ. അവസാനത്തെ ആ ഒരു ഇതുണ്ട്, അതിനെന്താണ് പറയുന്നത്, ടെക്നിക്കലി എന്താണ് പറയുന്നത്? അങ്ങനെ കൊട്ടി നിർത്തുമല്ലോ, ആ ഒരു വായിച്ചു നിർത്തുന്ന ഒരു സ്റ്റൈലിൽ കൊട്ടി നിർത്തുന്നതാണ്. അത് സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ടൈറ്റ് ആയിരുന്നോ കോമ്പറ്റീഷൻ? മത്സരം നല്ല അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു. 5 പേർക്ക് എ ഗ്രേഡ് കിട്ടി. ഓക്കെ. തബലയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്താ? കഴിഞ്ഞ തവണയും തബലയ്ക്ക് മാത്രമാണ് കോഴിക്കോട് മത്സരിച്ചത്. തബലയാണ് കൂടുതൽ പഠിച്ചത്, തബല മാത്രമാണ്. 4 വർഷമായിട്ട് തബല പഠിക്കുക, അതുകൊണ്ട് കഴിഞ്ഞ വട്ടവും ഈ വട്ടമൊക്കെ വന്ന്. അപ്പോൾ മത്സരങ്ങൾ എങ്ങനെയാണ്, കൃത്യമായിട്ട് തീരുന്നുണ്ടോ എന്ന് വെച്ചാൽ സമയബന്ധിതമായി തന്നെ തീരുന്നുണ്ടോ? ഇത്തവണ കൊല്ലത്ത് ഇത് വന്നപ്പോൾ എന്താ തോന്നിയത്? കൊല്ലത്ത് കുറച്ചു നേരം ലേറ്റായി, 1 മണിക്കൂറോളം ലേറ്റായി തീരാനും. അത്രയും ഈ അപ്പീലുകളുടെ ഒരു പ്രവാഹം കുറഞ്ഞതുകൊണ്ട് ഒരു മണിക്കൂറൊക്കെ ലേറ്റ് ആയുള്ളൂ, അതും കൂടി എടുത്ത് പറയണം. അപ്പോൾ പഠിത്തത്തോടൊപ്പം തബലയും കൊണ്ടുപോട്ടെ. നമുക്കിനി അടുത്ത കലോത്സവ വേദിയിൽ നമുക്ക് കാണാം. എ ഗ്രേഡ് വാങ്ങിച്ചുകൊണ്ട് മിടുക്കനായി വരണം. മാത്രമല്ല വേറൊരു സന്തോഷം, കൊല്ലത്ത് വെച്ചാണ് കലോത്സവം ഈ വർഷം നടക്കുന്നത് എന്നുള്ളത്, അല്ലേ? കൊല്ലം എങ്ങനെയുണ്ട്? നമ്മൾ കൊല്ലം ജില്ലക്കാർ ഈ വരുന്നവരെയൊക്കെ സ്വീകരിക്കുന്നതിൽ എങ്ങനെയുണ്ടെന്നാണ് നമ്മുടെ തന്നെ ഒരു വിലയിരുത്തൽ വേണമല്ലോ ആ കാര്യത്തിൽ. കൊല്ലം അടിപൊളിയാണ്. കൊല്ലം കപ്പ് എടുക്കുവോ ഇത്തവണ? എടുക്കുമായിരിക്കും. അപ്പോൾ താങ്ക്സ് മോനെ, ഞാൻ ടിവിയുടെ കലനിറയും കൊല്ലം വേദിയിലേക്ക് വന്നതിന് ഒരിക്കൽ കൂടി നന്ദി. സ്പെഷ്യൽ പെർഫോമൻസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.